പറയേണ്ടത് കേരളത്തിൽ UDF തരംഗമുണ്ട് എന്നും ആ തരംഗത്തിന്റെ ആവർത്തനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാകും എന്നുകൂടിയാണ് മുരളീധരൻ പറയുന്നത്. നേരത്തെ അപർണ സൂചിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചിരുന്നത് കെ മുരളീധരനാണ്. പക്ഷേ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുമ്പോൾ ജനം പ്രബുദ്ധരാണ്. എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് കേൾക്കുക തന്നെ ചെയ്യും, എത്ര മറച്ചാലും അവർ കാണേണ്ടത് കാണുക തന്നെ ചെയ്യും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. അതായത് തനിക്കെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടും കോൺഗ്രസിനെയും UDFിനെയും പിന്തുണച്ച ജനതയാണുള്ളത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. ജനം പ്രബുദ്ധരാണ് എന്ന് പറയുന്നു. അതായത് എന്തൊക്കെ കാണണമെന്നും കേൾക്കണമെന്നും ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതായത് UDFന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ അംഗീകാരം തനിക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾക്ക് കൂടി ജനങ്ങൾ നൽകുന്ന മറുപടിയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ട രാഹുൽ, ഒരുപക്ഷെ ഇങ്ങനെയൊരു വിവാദം വന്നിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇതിലേറെ സീറ്റുകൾ UDFനും കോൺഗ്രസിനും ഒക്കെ ലഭിക്കുമായിരുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യത്തെ തള്ളിക്കളയുകയാണോ എന്നതും എടുത്തു പറയേണ്ടതാണ്. പാലക്കാട് നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ ഉണ്ട് അഭിലാഷേ, ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ ഐക്യത്തോടുകൂടി നിൽക്കണമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് സ്വന്തം പാർട്ടിയോടും മുന്നണിയോടും തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പലത് പറഞ്ഞ പല നേതാക്കന്മാരോടുമുള്ള ഒരു സൂചന കൂടിയാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. അത് NDA സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ R ശ്രീലേഖ എന്നോടൊപ്പം ചേരുന്നു. മാഡം, എങ്ങനെയാണ് പ്രതീക്ഷകൾ? നല്ല സന്തോഷമുണ്ട്, വളരെ എക്സൈറ്റഡ് ആണ്. വളരെ നല്ല കാര്യങ്ങൾ ഇനി തിരുവനന്തപുരത്തെ കാത്തിരിക്കുന്നു. അനന്തപുരി വികസനത്തിന്റെ പാതയിലാണ്. അഴിമതിരഹിത ഒരു ഭരണം, സുസ്ഥിര ഭരണം ദാ വരികയാണ്. ആദ്യം പിന്നിലായിരുന്നു, പെട്ടെന്നാണ് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്. എപ്പോഴെങ്കിലും ആശങ്കപ്പെട്ടിരുന്നോ? ഈ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? ഞാൻ അവിടെയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. എനിക്കൊരാശങ്കയില്ലായിരുന്നു. വിജയം എന്ന് പറയുന്നത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആദ്യത്തെ വോട്ടെണ്ണൽ കാര്യമാക്കിയിട്ടില്ല. ഭാവി പ്ലാൻ എന്താണ്? എങ്ങനെയാണ്? പറഞ്ഞല്ലോ, നമ്മള് BJP സത്യം ചെയ്തിട്ടുള്ളതുപോലെ, വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെയുള്ള നല്ല വികസനത്തില് അഴിമതിരഹിത ഒരു ഭരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനിയും വരും. തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും നമ്മുടെ നാടിനും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി സംഭവിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ടാണ് R ശ്രീലേഖ ഉൾപ്പെടെയുള്ള BJPയുടെ ജയിച്ച സ്ഥാനാർത്ഥികൾ വിജയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്. തിരുവനന്തപുരത്ത് അത്രയും പ്രതീക്ഷ BJPക്ക്. UDFനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറയുന്നുണ്ട്, കോഴിക്കോട് കയ്യാലപ്പുറത്താണോ എന്നുള്ള ഒരു സംശയം മാത്രമേ